അങ്ങനെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഫിനാലയ്ക്ക് മുമ്പുള്ള അവസാനത്തെ പെർഫോമൻസ് ആണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് ഇന്നത്തെ അവസാനത്തെ പെർഫോമൻസ്. നമ്മുടെ മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്കിവിടെ പറയാനുണ്ട്. പറയൂ. കാരണം മലയാളം, തമിഴ്, കന്നഡയിലെ ഗീതാ പ്രഭാകർ IPS, അതെ, തെലുങ്കിലെ ഗീതാ പ്രഭാകർ IPS, 2 IPS ഓഫീസേഴ്സിനെ നമുക്ക് ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് ഒരു ചെറിയൊരു ഫോട്ടോ നമുക്ക് ആദ്യം കാണാം. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും പ്ലീസ്. അത് വേറെ വേറെ പടത്തിന്റെ തോന്നുന്നു. നമുക്ക് ഈ ദൃശ്യത്തിലെ എക്സ്പീരിയൻസുകളൊക്കെ ചോദിക്കാം. ആശ ചേച്ചിക്ക് 3 ലാംഗ്വേജിലെ എക്സ്പീരിയൻസ് പറയാനുണ്ട്, മാമിന് തെലുങ്കിലെ എക്സ്പീരിയൻസ് പറയാനുണ്ട്. അപ്പോ ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. തെലുങ്ക് ദൃശ്യത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഉണ്ട്. അതിന്റെ മുമ്പ് ഞാനൊരു തെലുങ്ക് പടം ചെയ്തിരുന്നത് കോൾഡ് അത്താരിൻറ്റിക്ക് ദാരേദി. അതൊരു വലിയ സൂപ്പർ ഹിറ്റ് പടമായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് ഈ ദൃശ്യം എന്ന് പടം തരുന്നത്. സോ ദൃശ്യം ഓഫ്കോഴ്സ് ഞാനത് മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. വളരെയധികം ഓടിയ ഒരു പടമാണ്. നല്ല പെർഫോമൻസസ് ആണ് എല്ലാവരുടെയും. ആൻഡ് ഇറ്റ് വാസ് എ വെരി 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 എന്താ പറയുക, ഒരു ഇൻട്രീഗിങ് ക്യാരക്ടർ ആയിരുന്നു ആശയുടെ ക്യാരക്ടർ, IPS ഓഫീസറിന്. അത് പക്ഷെ ചെയ്തത് ജീതു ജോസഫ് അല്ലായിരുന്നു തെലുങ്കിൽ ആദ്യം ചെയ്തത്. ഫസ്റ്റ് ചെയ്തത് ശ്രീപ്രിയാണ് ഡയറക്ട് ചെയ്തത്. സോ ഇൻഫാക്ട് ഫോർ മീ ഇറ്റ് വാസ് എ ഫസ്റ്റ് ടൈം വർക്കിംഗ് വിത്ത് എ വുമൻ ഡയറക്ടർ. സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അങ്ങനെയാ പിന്നെ ഞാൻ പടം ചെയ്തത്. ആൻഡ് അഗൈൻ ദൃശ്യം അതും നല്ലോണം ഓടി തെലുങ്കില്. അതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓഫ് ഡൂയിങ് ദൃശ്യം. എൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് ദൃശ്യം. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. അപ്പോൾ ഈ പോലീസ് വേഷമൊക്കെ ഇടാൻ പറഞ്ഞപ്പോൾ ഞാൻ ജിത്തു സാറിൻ്റെ അടുത്തും ലാലേട്ടൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എനിക്ക് ശീലമില്ല, എനിക്കൊരു ഐഡിയ ഇല്ല, പോലീസിനെ കാണുമ്പോൾ തന്നെ പേടിയുള്ള ഞാൻ എങ്ങനെയായിരിക്കും അത് ചെയ്യുക. പക്ഷെ അവരുടെ ഒരു ധൈര്യത്തിലാണ് ഞാൻ ആ കഥാപാത്രം ചെയ്തത്. അതിനുശേഷം നദിയ മാം ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഹിന്ദിയിൽ തബു മാം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റാണ് എനിക്ക് ഇവരോടൊക്കെ തോന്നിയത്. എനിക്ക് സ്വയം എനിക്കൊരു ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയ നിമിഷമാണ്. അതിൻ്റെ ഒരു ഒറിജിനൽ ആദ്യത്തെ ഒരു വേർഷൻ ചെയ്യാൻ പറ്റി. പിന്നെ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള മറ്റ് 2 ആർട്ടിസ്റ്റുകൾ നദിയ മാമും ടബു മാമും ഒക്കെ ചെയ്യുമ്പം വളരെ സന്തോഷമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പം അവരൊക്കെ ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ദൃശ്യം ഇനിയും സീരീസുകളായി തന്നെ ഇനിയും വരട്ടെ. അപ്പോൾ അവിടെയും നിങ്ങൾ രണ്ടുപേരെയും ഇതേ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന്. ഞങ്ങളുടെ മോനെ കൊന്ന ആളെ ഞങ്ങൾ കണ്ടുപിടിക്കണ്ടേ? അതെ, എന്തായാലും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ അവസാനത്തെ പെർഫോമൻസിലോട്ട് കടക്കുകയാണ്. ഫേവറേറ്റ് സോങ് റൗണ്ടിലാണ് നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം കീർത്തന. ഫേവറേറ്റ് മെലഡി റൗണ്ടിലാണ് ഞാനിന്ന് പാടാൻ പോകുന്നത്. കാഴ്ച എന്ന ചിത്രത്തിലെ ദാസേട്ടൻ പാടിയ കുഞ്ഞേ നിനക്കു വേണ്ടി എന്ന പാട്ടാണ്. കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം നന്നായിട്ട് തന്നെ പാടാൻ പറ്റിയിരുന്നു, ബസർ കിട്ടി. സെമി ഫൈനൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ എനിക്കുണ്ട്. എന്തായാലും നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റേജിൽ കാണാം. കീർത്തന, ജിമിക്കി കമ്മൽ വലുതാക്കി. എനിക്ക് അങ്ങ് വലുതാക്കി. അതുകൊണ്ട് മാർക്ക് കുറയണ്ട. അതെ, ഈ ജിമിക്കിയുടെ പേരില് പാട്ടിന്റെ മാർക്ക് കുറയരുത്. ശരി, ഓക്കെ. കീർത്തന, ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? കുഞ്ഞേ നിനക്കു വേണ്ടി എന്നുള്ള സോങ്. ഓക്കെ, കുഞ്ഞേ പാട്ട്. അതെ, അല്ല. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കീർത്തന. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. വേണ്ടി എങ്ങോ കാത്തു നിൽപ്പൂ കുഞ്ഞേ നിനക്കു വേണ്ടി എങ്ങോ കാത്തു നിൽപ്പൂ ഉരുകുന്ന സ്നേഹമോടെ മിഴി തോർന്നമോ പോലെ നീ
ശബാഷ്, സൂപ്പർ. എന്റെ കുഞ്ഞെ, ഇത് നിനക്ക് വേണ്ടിയാണ്. താങ്ക് യു ചേച്ചി. അമിത്, അമിത് കരയണോ? എന്താ മിത്തേ, എന്താ പറ്റിയേ? അല്ല, ഇന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അമിത്തിന്. കീറുമ്പോഴും പാടാൻ തുടങ്ങുമ്പോഴും ഒക്കെ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് പറയണ്ടായിരുന്നു. കൺഗ്രാചുലേഷൻസ് ടു യു ടു കേട്ടോ, യു ടു. കൂടാന്ന് കരഞ്ഞോണ്ടിരിക്കണ്ട അമിത്. സത്യം സത്യം, അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. നമുക്ക് ഈ ഗോൾഡൻ ബസ് കിട്ടിയ സന്തോഷത്തിനേക്കാൾ കൂടുതൽ അമിത്തിന്റെ ആ ഒരു റിയാക്ഷൻ കണ്ടപ്പോഴാണ് നമ്മുടെ മനസ്സ് നിറഞ്ഞത്. അമിത്, ഇത് കണ്ടു നിന്ന ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയി. എന്ത് പറ്റി? ഭയങ്കര ഇമോഷണൽ ആയി പോയോ? നല്ല ഫീൽ ഉണ്ടായിരുന്നു. അമിത് പ്ലീസ്. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം. അമിതേ, എന്താണ് ഇപ്പൊ പറയാനുള്ളത്? റിഹേഴ്സൽ ടൈമിലൊന്നും കേട്ടപ്പോ ഇത്ര ഫീൽ തോന്നിയില്ല, പക്ഷെ ഭയങ്കര ഫീലായിരുന്നു. ഞങ്ങളുടെ കൂടെ കണ്ണ് നിറയ്ക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കണ്ണ് നിറയുന്നു. അമ്മേനെ ഓർത്തതാണോ? ഫീലായിരുന്നു കൂടുതൽ. ആണല്ലേ? മൊത്തത്തില് നല്ല ലൈൻസ് ആയാലും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അതെ 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 അതെ. കീർത്തനയ്ക്ക് ഇത്രയും സപ്പോർട്ടായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡിന്റെ സപ്പോർട്ടും അതേപോലെ തന്നെ ഫാമിലിയുടെ സപ്പോർട്ടും ഒക്കെ കാരണം കീർത്തന നന്നായി പാടുന്നു, നന്നായി പാടി ആ ഗോൾഡൻ ബസ് നേടുന്നു. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന നമ്മുടെ ഒരു സന്തോഷമുണ്ട്. കാരണം കീർത്തനയുടെ ഈ ഒരു യാത്ര നമ്മൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കീർത്തനയുടെ ഒരാഴ്ചയിലുള്ള പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രൗഡാണ്. നിങ്ങളുടെ പാട്ടിനെ ജഡ്ജ് ചെയ്യുന്ന മഞ്ജരി വരെ നിറകണ്ണുകളോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. മഞ്ജരി ഇമോഷണലായി പോയോ? എനിക്കൊരാൾ കരയുന്ന കണ്ടാൽ ഒന്നാമത് കരച്ചിൽ. ശരിക്കൊരു ഈ ഹസ്ബൻഡ് വൈഫ് ബോണ്ടിങ് ഇല്ലേ, അത് കാണുമ്പോ ഒരു സന്തോഷമില്ലേ, ഒരു അഭിമാനം, സന്തോഷം. കാരണം ഒരു ലേഡി, ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഫാമിലി സപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഹസ്ബൻഡിന്റെ സപ്പോർട്ടാണ്. അപ്പോൾ സാധാരണ കണ്ടുവരാറുള്ളത് അച്ഛനും അമ്മയും നമ്മൾ പാടുമ്പോൾ കരയുന്നുള്ളത്. അപ്പൊ ഹസ്ബൻഡ് കരയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം എനിക്ക് ആക്ച്വലി ഹാപ്പിനെസ് കൊണ്ടുവരുന്ന സന്തോഷം. അത്രയും ലക്കിയാണ് കീർത്തന. ഇങ്ങനെ ഒരു കീർത്തനയുടെ ഉള്ളിലുള്ള ആ ഒരു ഫീല് ഹസ്ബൻഡുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് അമിത്തിന് ആ കരച്ചില് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കപ്പിളിനെ ഇവിടെ മ്യൂസിക്കൽ വൈഫിൽ ശരിക്കും അഭിമാനം കൊള്ളുന്ന ഒരു മൊമെന്റ് ആണിത്. ഇങ്ങനെ ആയിരിക്കണം ഒരു വൈഫ്, ഒരു മ്യൂസിക്കൽ വൈഫ്, ഒരു പാടാൻ താല്പര്യമുള്ള ഒരു ഭാര്യയ്ക്ക് എന്നും സപ്പോർട്ടായിട്ട് ഇതുപോലെ ആയിരിക്കണം ഒരു ഹസ്ബൻഡ്. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, കണ്ണ് തട്ടാതിരിക്കട്ടെ, നിങ്ങൾ എന്നും ഇതുപോലെ ഹാപ്പിയായി ഒരുമിച്ചൊരു കപ്പിളായി ജീവിക്കട്ടെ. ഓൾ മൈ ബെസ്റ്റ് വിഷസ്. മഞ്ജരി പാട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ആക്ച്വലി ഈ ഒരു പാട്ടില് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഹൈലൈറ്റ് ഇപ്പം ഈ ബന്ധമാണ്. കാരണം ഒരാൾ പാടിയിട്ട് ഒരാൾ കരയാന്ന് പറയുമ്പോ അത് നമുക്കൊക്കെ ഫീൽ ചെയ്തു. ആ പാട്ട് കീർത്തന അസലായിട്ട് പാടി. ഒന്നാമത് ഞങ്ങൾ അതുകൊണ്ടാണല്ലോ ഗോൾഡൻ ബസർ തന്നത്. കീർത്തനയുടെ പാട്ട് അതിമനോഹരായിരുന്നു. ഇനി ഫിനാലെയാണ്, മെഗാ ഫൈനൽസ് അല്ലേ. അപ്പം ആ ഫൈനൽസ് എന്ന് പറയുന്ന സംഭവത്തില് കീർത്തന ഇതുപോലെ തന്നെ അമിത്തിന്റെ ഫുൾ സപ്പോർട്ട് കീർത്തനയുടെ കൂടെ വേണം. കാരണം ഇനിയാണ് മത്സരം ഒന്നും കൂടെ മുറുകുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഫൈനൽസിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി പാടാൻ ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് അതേ ചെയ്യാൻ പറ്റില്ല. ഗോഡ് ബ്ലെസ്. താങ്ക് യു മഞ്ജരി, താങ്ക് യു. മത്സരേട്ടാ, കീർത്തന വളരെ നന്നായിട്ട് പാടി, അസലായിട്ട് പാടി. എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ഫീലാണ് കേട്ടോ. അതിപ്പോ മനസ്സിലായല്ലോ, ഭർത്താവിനെ വരെ കരയിപ്പിച്ചു.
ആളങ്ങനെയൊന്നും കരയുന്ന ഒരാളല്ല. എന്നിട്ട് ഇങ്ങനെ ഞാനിവിടെ പലപ്പോഴും സ്റ്റേജില് കരഞ്ഞ സമയത്ത് നീ എന്തിനാ കരയണേ എന്ന് പറഞ്ഞിട്ട് ഇനി കരഞ്ഞ ഞാൻ സ്റ്റേജിൽ വരില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ തിരിച്ചായി. സ്റ്റേജിൽ വന്ന് കരഞ്ഞു. അതെ, സ്റ്റേജിൽ എത്തി കരഞ്ഞു. എന്തായാലും ഇന്നത്തെ പാട്ട് ഉഗ്രനായിരുന്നു കീർത്തന. വളരെ 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 ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ നന്നായിട്ട് പാടി. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ ഈ സന്തോഷത്തിൽ ഒരു പാട്ട് പാടി. ഓക്കെ. മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി കദളീവനങ്ങൾ താണ്ടി വന്നതെന്തിനാണു നീ മിഴിനീർക്കിനാവിലൂർന്നതെന്തേ സ്നേഹലോലയായി മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി കദളീവനങ്ങൾ താണ്ടി വന്നതെന്തിനാണു നീ മിഴിനീർക്കിനാവിലൂർന്നതെന്തേ സ്നേഹലോലയായി മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ എങ്ങും പിറന്നു വന്നിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ആഹാ, കലക്കി. അപ്പോ കീർത്തന, അമിത് ഹാപ്പി ആണല്ലോ? അപ്പൊ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ ബസ് ലഭിച്ചു, ഈ പ്രാവശ്യം നമുക്ക് ലഭിച്ചു. അല്ല, അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. അമിത്തിന്റെ പാട്ട് കേൾക്കണം. അമിത്തിന്റെ പാട്ട്. അമിത്തെ, മത്സ്യാട്ട് ഇങ്ങനെ ഒരു വലിയ ആഗ്രഹം ഇതാ ഈ വേദിയിൽ വെച്ച് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ? പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അമിത്തിന് വേണ്ടി പ്രകൃതി വരെ ഒരുങ്ങിയിരിക്കുക. അതെ അതെ. അപ്പോ പാട്ട് പാടുമല്ലോ. പാടുന്നതിന് മുമ്പ് മാം, പാട്ടിനെ കുറിച്ച് ആശയിച്ചി, പാട്ടിനെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും വിട്ടുപോയതല്ല കേട്ടോ. അങ്ങനെ തോന്നല്ലേ? അയ്യോ, ഒരിക്കലും ഇല്ല. നമുക്കറിയാം സന്തോഷത്തില് ഡെയിൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയതാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ ഡെയിൻ അല്ലേ. മാം, പാട്ടിനെ കുറിച്ച് നല്ലോണം പാടിയൊരു പാട്ടാണ്. ഐ മീൻ ഷി ഗോട്ട് ദ ബസർ ടു, സോ ദാറ്റ് ഇസ് സെൽഫ്. പാട്ടിനെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ ഐ തിങ്ക് വാട്ട് ഓവർടുക്ക് എവറിഥിങ് വാസ് അവരുടെ ആ ഇമോഷൻസ്. പാട്ട് കഴിഞ്ഞപ്പോഴുള്ള ഇമോഷൻ ആയിരുന്നു പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷേ സ്നേഹം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കട്ടെ. ആൻഡ് ഇറ്റ്സ് വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഓൾവേസ് കീപ് എൻകറേജിങ് ഈച്ച് അതർ. ആ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ്. അത് അങ്ങനെ തന്നെ പോട്ടെ. കീർത്തന ചേച്ചി, ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ മോളെ. ഗംഭീരായിട്ട് പാടി, ഒരുപാട് നല്ല അപ്രീസിയേഷൻ കിട്ടി. വലിയ കൺഗ്രാറ്റുലേഷൻസ്. ഒറ്റ കാലെടുത്ത് ഡേന്റെ ഒരു ചാട്ടുണ്ടല്ലോ. എങ്ങനെയാ ഡേൻ ചാടുക? എങ്ങനെ സാധാരണ ചാടുക എന്ന് പറയാ? ഫിനാലിലോട്ടാണോ? ആ, ഒരു ചാടു. അങ്ങനെ ചാടിയാണ് കീർത്തന ഫിനാലയിലേക്ക് എത്തിയത്. അത് കാണാൻ കാത്തിരിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. അമിത്തിനും കീർത്തനയ്ക്കും വേണ്ടി നാദിയ ചേച്ചി ഒരു പാട്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഗിഫ്റ്റ്. ഓക്കെ. बड़े अच्छे लगते हैं ये धरती, ये नदियाँ, ये रहना और तुम. बड़े अच्छे लगते हैं ये धरती, ये नदियाँ, ये रहना और तुम. हम तुम कितने पास है, कितने दूर
चांद सितारे सच पूछो तो मन को झूठे लगते हैं ये सारे मगर सच्चे लगते हैं ये धरती ये नदियाँ ये रहना और तुम बड़े अच्छे लगते हैं ये धरती ये नदियाँ ये रहना और तुम കാലക്കി കാലക്കി. അപ്പോ കീർത്തന, അമിത് ഹാപ്പി ആയല്ലോ. ഇനി അമിത്തിന്റെ പാട്ട്. ഞാൻ ഇതൊന്നും മറന്നിട്ടില്ല അമിത്തെ. ഈ പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും ഓർമ്മകളിൽ പീലി നിർത്തി ഓടിയെത്തുമ്പോ പ്രണയിനി നിൻ ഹൃദികൾ ഈ പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും ഓർമ്മകളിൽ പീലി നിർത്തി ഓടിയെത്തുമ്പോ നല്ല വോയിസ് ആണല്ലോ പാടുമ്പോ. അതെ, താങ്ക് യു സർ. അതിലാണ് കീർത്തന വീണത്. ഓക്കെ. അപ്പൊ കീർത്തന, അമിത്, അപ്പൊ നമ്മളെല്ലാവരും ഹാപ്പിയാണ്, കീർത്തനയും ഹാപ്പി ആണെന്ന് അറിയാം. അപ്പൊ എന്തായാലും നമുക്ക് റിസൾട്ടിന്റെ സമയത്ത് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഡ്ജസ്, അങ്ങനെ നമ്മുടെ മത്സരത്തിന്റെ ക്ലൈമാക്സ് പൊളിച്ചു അല്ലേ? അതെ. കാരണം മാം വന്നതിന്റെ എല്ലാ ഐശ്വര്യവും നമ്മുടെ മത്സരാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു. 2 ഗോൾഡൻ ബസറാണ് ഇന്ന് നമ്മുടെ മത്സരാർത്ഥികൾ നേടിയത് മാം. അപ്പൊ മാമിന്റെ ഐശ്വര്യം നമ്മുടെ മത്സരാർത്ഥികളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. അവരുടെ ഹാർഡ് വർക്ക് ആണ് അവർ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കത് ആസ്വദിക്കാൻ പറ്റി. അതെന്റെ ഭാഗ്യം. ഉറപ്പായിട്ടും. എന്നാലും മാമിന്റെ ഒരു പ്രസൻസ് നമുക്ക് എല്ലാവർക്കും ഒരു ഊർജ്ജമായിരുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനി എലിമിനേഷൻ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ 16ാം വീക്കിലെ എലിമിനേഷൻ ആണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. 7 മ്യൂസിക്കൽ വൈസ് ആണ് ഇന്ന് മത്സരിച്ചത്. അവരിൽ ആരൊക്കെ ഫൈനലിസ്റ്റുകളായി ഇവിടെ നിന്ന് സേഫ് ആകുമെന്ന് നമ്മുടെ ഇന്നത്തെ റിസൾട്ടിലൂടെ നമുക്കറിയാം. അപ്പോൾ റിസൾട്ട് അറിയിക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ കണ്ടസ്റ്റൻസിന് എല്ലാവരും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം മ്യൂസിക്കൽ വൈഫ്. ഇന്നത്തെ ആവേശകരമായ മത്സരത്തിന് ശേഷം എല്ലാവരും റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുവാണ്. എല്ലാവരുടെ മുഖത്തും ചെറിയ ടെൻഷൻ കാണുന്നുണ്ട്. ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരും കൂട്ടത്തിലുണ്ട് അല്ല അതിര? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. അതെന്തുകൊണ്ടാ? ഓഹോ, ബസ് റീറ്റ സേഫ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഒരു വെപ്പ് അല്ലേ? അങ്ങനെയാണ് നാട്ടുനടപ്പ്. ഓക്കെ, കീർത്തനയ്ക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല, ഈ പറഞ്ഞ പോലെ നാട്ടുനടപ്പ് വെച്ച് അല്ലേ പാടിയ പാട്ടിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്തത്? ഫേവറേറ്റ് മെലഡി റൗണ്ടിൽ. ഏത് പാട്ടായിരുന്നു? കുഞ്ഞേ നിനക്ക് വേണ്ടി. ഓക്കെ, നന്നായി പാടാൻ പറ്റിയോ? ആരായിരുന്നു ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്തത്? ഞാൻ തന്നെയാണ്. ഗോൾഡൻ ബസർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? നന്നായി പാടിയാല് അത് കിട്ടുമല്ലോ. ഓക്കെ, ശരി. ആതിര ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്തത്? ഫേവറേറ്റ് സോങ് റൗണ്ടിലായിരുന്നു. ഏത് പാട്ടാണ് പാടിയത്? പൊന്നോട് പൂവായി. ഈ പാട്ട് പണ്ട് മുതലേ പാടുന്ന പാട്ടാണോ അത് ഈ റൗണ്ടിന് വേണ്ടി പഠിച്ചതാണോ? റൗണ്ടിന് വേണ്ടി പഠിച്ചതാണ്. പക്ഷെ നമുക്ക് പണ്ടേ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഓക്കെ, ഗോൾഡൻ ബസർ ലഭിക്കാനുള്ള പെർഫോമൻസ് നടത്തും എന്ന് വിശ്വസിച്ചിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അത് നടന്നു. ജോയ്സിന്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് ഇവിടെ നിന്ന് കേൾക്കാം.
ഓക്കെ ശ്രുതി ചാപ്റ്റർ 1 വിന്നറാണ്, ജോയ്സ് ചാപ്റ്റർ 4 അപ്പോ നമ്മുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ, നന്നായി പോകുന്നുണ്ടോ ശ്രുതി? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ ശരി. അപ്പൊ എന്തായാലും നാട്ടുനടപ്പ് ഗോൾഡൻ ബസർ കിട്ടിയവർ സേഫ് ആകുമെന്നുള്ളതായതുകൊണ്ട് നാട്ടുനടപ്പിന്റെ പിന്നാലെ നമ്മൾ പോവുകയാണ്. കീർത്തന ആൻഡ് ആതിര രജീഷ്, നിങ്ങൾ രണ്ടുപേരാണ് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ആദ്യ 2 ഫൈനലിസ്റ്റുകൾ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഗോൾഡൻ ബസർ നേടിയതുകൊണ്ട് ഡയറക്റ്റ് ഫിനാലിലേക്ക് കടന്നിരിക്കുന്നു. ഹാപ്പി അല്ലേ? അപ്പോൾ ഈ റൗണ്ടിൽ പെർഫോം ചെയ്തതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായി ഫിനാലയിൽ പെർഫോം ചെയ്യുക. മാക്സിമം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ച് പൊളിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ സൈഡിൽ ആതിര ഒറ്റയ്ക്കായി. ആതിരയുടെ കൂട്ടിന് ആർക്കെങ്കിലും ശ്രീഷ്മ അങ്ങേ സൈഡിൽ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഇവിടെ വന്നോളൂ. ആതിര വിജയൻ, ശ്രുതി എസ് ബാബു, ജോയ്സ്, ആതിര വിജിത്ത്, ശ്രീഷ്മ. അപ്പോ ശ്രീഷ്മ ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്തതെന്ന്? ദേവരാജ മാസ്റ്റർ ഇറ്റ്സിലാണ് പെർഫോം ചെയ്തത്. ഏത് പാട്ടായിരുന്നു? ഏഴരപ്പൊന്നാന. എങ്ങനെ പാടാൻ പറ്റി? നന്നായി പാടാൻ പറ്റും. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നമ്മുടെ പാട്ടിനെ ബാധിക്കുന്നുണ്ടോ? പ്രാക്ടീസിനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നമുക്ക് ഗോൾഡൻ ബസർ ഒന്നും കഴിഞ്ഞ ആഴ്ചയൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോ നല്ല രീതിയിൽ മാർക്ക് ലഭിക്കാനുള്ള പെർഫോമൻസ് നമുക്ക് നടത്താൻ പറ്റുമെന്ന്? എന്റെ മാക്സിമം ഞാൻ കൊടുത്തായിരുന്നു. സേഫ് ആയാലും ഇല്ലെങ്കിലും എനിക്ക് ഓക്കെ, ഹാപ്പിയാണ് ഇത്രയും സ്റ്റേജ് വന്നതിൽ. ആതിര ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്തത്? ഞാൻ ഫേവറേറ്റ് മെലഡി. ഏത് പാട്ടായിരുന്നു? മഴയിൽ രാത്രി മഴയിൽ. ഓക്കെ, സ്വന്തം സെലക്ഷൻ ആയിരുന്നോ? ഹസ്ബൻഡ് ആണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാണ്. അദ്ദേഹത്തിനും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഓക്കെ, മഞ്ചരി പാടിയ പാട്ടാണ് അല്ലേ? അപ്പോ പക്ഷെ ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വരിയൊക്കെ ചെറുതായിട്ട് മാറിപ്പോയി. അതൊക്കെ നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. ജോയ്സ് ഒരുങ്ങി നിൽക്കുവാണോ? ഞാൻ ഇന്ന റൗണ്ടിൽ പാടി, ഇന്ന പാട്ടാണ് പാടിയതെന്ന് പറയാൻ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ, ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്തത്? ദേവരാജൻ മാഷ് റൗണ്ടിലാണ് പെർഫോം ചെയ്തത്. ഏത് പാട്ടാണ് പാടിയത്? കായാമ്പൂ എന്ന് പറഞ്ഞിട്ടുള്ള. കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും. എങ്ങനെ, നന്നായി പാടിയോ? ഒരുവിധം നന്നായിട്ട് പാടി. ഒരുവിധം നന്നായി പാടിയാൽ മതിയോ ഈ ഒരു സ്റ്റേജിൽ? ഒരു ഫൈനലൊക്കെ ആകുമ്പോ കുറച്ച്. ഫൈനൽ എത്തി നമ്മൾ ബെസ്റ്റ് കൊടുക്കുന്നതിനേക്കാൾ ഫൈനൽ എത്തുന്നതിന് മുമ്പല്ലേ നമ്മൾ ബെസ്റ്റ് കൊടുക്കണ്ടേ? ശ്രുതി തുടക്കത്തിൽ ഒരുപാട് ഗോൾഡൻ ബസ്റ്ററുകൾ നേടി വന്ന ആളാണ്. ഫൈനൽ സ്റ്റേജ് ഒക്കെ എത്തിയപ്പോൾ ഗോൾഡൻ ബസ്റ്ററുടെ പരിസരത്ത് എത്താത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, അതില് സങ്കടമൊന്നുമില്ല. നല്ല ചെറിയൊരു ദുഃഖം. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്തത്? ഞാൻ ദേവരാജ മാഷ് ഹിറ്റ്സ് റൗണ്ടിലായിരുന്നു. നവകാഭിഷേകം എന്നുള്ള പാട്ടാ. നവകാഭിഷേകം കഴിഞ്ഞു, ശംഖാഭിഷേകം കഴിഞ്ഞു. അപ്പോ ഭക്തിസാന്ദ്രമായ പാട്ടായിരുന്നു. നല്ല രീതിയിൽ പാടാൻ പറ്റിയോ? എല്ലാരും ഗുരുവായൂരൊക്കെ പോയിട്ട് വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ ആ ഒരു ഫീല് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ആതിര വിജയൻ മഞ്ചരിയുടെ പാട്ടാണ് പാടിയത്. കയ്യെത്താ കൊമ്പത്ത് അല്ലേ? കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം, കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. ഓക്കെ, ഇങ്ങനെ നന്നായി പാടിയോ? പാട്ട് നന്നായിട്ട് പാടാൻ പറ്റി. പാട്ടിന് നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ഫ്രേസ്, ഒരു വരിയുടെ ഫ്രേസ് അനുപല്ലവിയിൽ ഞാൻ റിപ്പീറ്റ് പാടി. അതാ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 5 പേരുടെ റിസൾട്ടാണ് നമ്മൾ ഇനി അറിയാൻ ബാക്കിയുള്ളത്. 5 പേരിൽ സേഫ് ആയിട്ടുള്ള ഒരാളുടെ പേരാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അത്
ചിലപ്പോൾ ആതിര വിജയനാകാം, ശ്രുതിയാകാം, ജോയ്സ് ആകാം, ആതിര വിജിത്ത് ആവാം, ശ്രീഷ്മി ആകാം. ക്ലീശ ചോദ്യം ചോദിക്കട്ടെ, അടുത്ത സേഫ് ആകാൻ സാധ്യതയുള്ളത് ഞാനാണെന്ന് ആത്മവിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു ലെവലിൽ നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ അത് പറയാൻ അറിയില്ല. നമ്മള് ഈ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ചോദിച്ചു തുടങ്ങി. എല്ലാ എലിമിനേഷൻ സ്റ്റേജിൽ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ തൊട്ടുള്ള നിങ്ങളുടെ ഉത്തരങ്ങൾ അങ്ങനെയാണ്. ഇങ്ങനെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഫിനാലയുടെ, ഈ ഫൈനലിന്റെ അടുത്തെത്തി നിൽക്കുന്ന ഈ സമയത്ത് നമ്മളത് പറയാൻ നമുക്കൊരു ആത്മധൈര്യം വേണ്ടേ? അപ്പോ ആർക്കും പറയാനുള്ള ധൈര്യം കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലല്ലോ? അപ്പൊ റിസൾട്ട് പറയട്ടെ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഈ 5 മത്സരാർത്ഥികളിൽ സേഫ് ആയിട്ടുള്ള ഒരാളുടെ പേരാണ് ഞാൻ ഇനി അടുത്തതായി പറയാൻ പോകുന്നത്. ശ്രീഷ്മ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ അടുത്ത ഫൈനലിസ്റ്റ് ആണ്. ഹാപ്പി ആയില്ലേ? എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. എനിക്ക് പറയാൻ വാക്ക് കിട്ടുന്നില്ല. ദൈവത്തിന്റെ ഭയങ്കര ഒരു അനുഗ്രഹമുണ്ട്. ഇനി സന്തോഷം വരുന്ന വേറൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഗോൾഡൻ ബസ്റ്റർ ലഭിച്ച 2 പേരുടെ ഏകദേശം അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് മാർക്ക് വെച്ച് ശ്രീഷ്മ. അപ്പൊ ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഫിനാലയിൽ നമുക്കൊരു പൊളിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഇതെന്താണ് ആതിര? ആതിരയുടെ അടുത്ത് വന്ന് നിൽക്കുന്നവരൊക്കെ സേഫ് ആവാണല്ലോ, ആതിര മാത്രം സേഫ് ആവുന്നില്ല. അറിയില്ല. എന്നാ ഒരാളെ കൂടി ഇവിടെ നമുക്ക് കൊണ്ടു നിർത്താം. അവര് സേഫ് ആവില്ല എന്നൊന്നും അറിയണല്ലോ. ഓക്കെ, ആതിര വിജയൻ ഇവിടെ വന്നെ. ഇപ്പൊ 2 ആതിരമാരെ ഒരുമിച്ച് നിൽക്കട്ടെ. അങ്ങനെ ആതിര വിജിത്തിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ സേഫ് ആണോ അല്ലയോ എന്നൊക്കെ ഒന്ന് അറിയണല്ലോ, അല്ലേ? ആ, ഇനി 4 പേരാണ് റിസൾട്ട് അറിയാൻ ബാക്കിയുള്ളത്. ജോയ്സിന്റെ കണ്ണുകളിൽ ആ ടെൻഷൻ ഞാൻ വല്ലാതെ കാണുന്നു. ശ്രുതി, റിസൾട്ട് പറയാം അല്ലേ? പറയാം. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇനി അടുത്ത ഫൈനലിസ്റ്റായി വരുന്ന മത്സരാർത്ഥിയുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ 4 പേരിൽ ആ ഒരാൾ ആരാണ്? ശ്രുതിയാണോ, ജോയ്സ് ആണോ, ആതിര വിജിത്താണോ, ആതിര വിജയനാണോ? ഈ ഒരു ഇടി പ്രേക്ഷകരുടെ മനസ്സിലും ഇടിക്കുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻസ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ടെൻഷനാണ് നിങ്ങളിൽ ആര് സേഫ് ആകും എന്നുള്ളത് അറിയാൻ. പറയട്ടെ റിസൾട്ട്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ അടുത്ത ഫൈനലിസ്റ്റ് ആയിട്ട് വരുന്നത് ശ്രുതി എസ് ബാബു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്താണ് പറയാനുള്ളത്? സേഫ് ആയിട്ടുണ്ട്, പക്ഷെ കുറച്ച് പുറകിലാണ് മാർക്കൊക്കെ വെച്ച് ബാക്കി മുൻപിൽ നിൽക്കുന്നവരെ വെച്ച് നോക്കുമ്പോൾ. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള ഒരു യാത്ര? ഇനിയുള്ള ഫിനാലിക്ക് വേണ്ടി നമ്മൾ ഇരട്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമോ? ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്യും. ഇതുവരെയുള്ള യാത്രയിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ പറ്റി, കുറെ ബസറൊക്കെ നേടാൻ പറ്റി. ഇപ്പൊ ഫൈനാലയിലേക്ക് എത്താനും പറ്റി. അതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 1 തുടങ്ങിയത് ശ്രുതിയിൽ നിന്നാണ്. ചാപ്റ്റർ 1 വിജയായിരുന്നു. ഇപ്പോ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഫൈനലിസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഫിനാലയിൽ നമുക്ക് പൊളിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. നദിയ മാം, നമ്മുടെ ഇന്നത്തെ ഈ ഒരു മത്സരം തുടങ്ങിയപ്പോൾ 7 മ്യൂസിക്കൽ വൈവ്സ് ആണ് ഇവിടെ മത്സരിച്ചത്. അവരിൽ 4 പേർ സേഫായി, അതായത് അവർ ഫൈനലിലോട്ട് ഡയറക്റ്റ് എൻട്രി ചെയ്തു. ഇനി റിസൾട്ട് അറിയാൻ ബാക്കിയുള്ളത് 3 പേരാണ്. ഈ 3 പേരുടെ പെർഫോമൻസ് ഒക്കെ മാം കണ്ടതാണ്. എങ്ങനെ ഇവർ 3 പേരും ഫിനാലയിൽ എത്തേണ്ടവരാണോ? എങ്ങനെയാണ് മാമിന് തോന്നുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിവരെല്ലാവരും ഗ്രേറ്റ് പെർഫോമേഴ്സ് ആണ്. ക്രിട്ടിക്കലായിട്ട് നോക്കുമ്പം ചിലപ്പം അതിൽ ചില ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള ഇനിയും കുറെ ഭാഗങ്ങൾ കാണും.
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് തോന്നുന്നത് ഇവരിവിടെ വന്ന് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നതും പാടാൻ പറ്റുന്നതിലും അതൊരു ഒരു ലേണിംഗ് ആണ്. കാരണം എവറി ടൈം ഐ എം ഷുവർ നിങ്ങൾ വന്ന് പാടുമ്പം ദർ ഹാസ് ബീൻ എ ഡിഫറെൻറ്റ് അപ്രോച്ച്, എന്തെങ്കിലും കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് കാണും, നിങ്ങൾക്ക് തന്നെ അതൊരു അച്ചീവ്മെൻറ്റാണ്. സോ ഈവൻ ഇഫ് യു മേക്ക് ഇറ്റ് ആസ് എ ഫൈനലിസ്റ്റ് ഓർ ഇഫ് യു ഡോണ്ട്, അറ്റ്ലീസ്റ്റ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. അതാ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. സോ എനിവേ, ഗുഡ് ലക്ക്, കീപ് ഇറ്റ് ഗോയിങ് ആൻഡ് വർക്ക് ഹാർഡ്. 3 പേരും ഗംഭീര സിംഗേഴ്സാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഞങ്ങളും പ്രേക്ഷകരും ഒക്കെ കണ്ട് അറിഞ്ഞ് സമ്മതിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു കോമ്പറ്റീഷൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ആ ദിവസം എങ്ങനെ പാടുന്നു, ആ ഒരു 5 മിനിറ്റ് എങ്ങനെ പാടുന്നു എന്നതിലാണ് നിങ്ങൾ ഇന്നാണോ ഔട്ടാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം ആ ഒരു 5 മിനിറ്റിൻ്റെ വിധി നിർണയമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ നിങ്ങളെന്ന് പറയുന്ന ഗായകർ എത്ര മികച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. ഗ്രേറ്റ് സിംഗേഴ്സ് ആണ്. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. ലവ് യു ഓൾ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇനി റിസൾട്ട് അറിയാൻ ബാക്കിയുള്ളത് ഈ 3 മത്സരാർത്ഥികളുടെയാണ്. ആതിര വിജയൻ, ആതിര വിജിത്ത്, ഒപ്പം ജോയ്സ്. നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ 3 പേരും സേഫ് ആകാം, ചിലപ്പോൾ 3 പേരും ഔട്ടാകാം, ചിലപ്പോൾ 2 പേർ പുറത്താകാം, ഒരാൾ സേഫ് ആകാം. അപ്പോൾ റിസൾട്ട് എന്താണെങ്കിലും നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം ഇതുവരെയുള്ള ഒരു ജേർണി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. റിസൾട്ട് പറയട്ടെ. അതിരാ പറഞ്ഞോളൂ. എന്ത് റിസൾട്ടും നേരിടാൻ തയ്യാറാണല്ലോ? തയ്യാറാണ്. ജോയ്സ് തയ്യാറാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ എലിമിനേഷൻ സമയത്ത് കുറച്ച് ടെൻഷൻ അടുപ്പിച്ചിരുന്നു അല്ലേ? ആ ടെൻഷൻ അടുപ്പിക്കൽ നമ്മുടെ ഇന്നത്തെ പെർഫോമൻസിനെ ബാധിച്ചോ? അത് ഞാൻ മാക്സിമം അങ്ങനത്തെ നെഗറ്റീവ്സ് ഉണ്ടാവുന്നത് അത് അവിടെ മാറ്റി വെച്ചിട്ടാണ് വരാറ് പെർഫോം ചെയ്യാൻ. ജോയ്സ് ഇവിടെ നിന്ന് പുറത്താവുകയാണെങ്കിൽ ഏറ്റവും വിഷമം വരുന്നതായിരിക്കും. എല്ലാവരും ഒരേപോലെ വിഷമം ഉണ്ടാവും എല്ലാവർക്കും. അപ്പൊ അമ്മയ്ക്ക് ഒബ്വിയസ്ലി എന്തായാലും വിഷമം ഉണ്ടാവും. അതുപോലെ തന്നെ ആദർശായാലും ആദർശിന്റെ അച്ഛനായാലും എല്ലാവരും അങ്ങനെ ഒരു വിഷമം വരാത്ത റിസൾട്ട് ആവട്ടെ ജോയ്സിന്. ഓക്കെ. ആതിരയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഷോയിൽ നിന്ന് പുറത്താവുക എന്നുള്ളതാണെങ്കിൽ ആതിരയ്ക്കായിരിക്കുമോ ഏറ്റവും കൂടുതൽ വിഷമം? അതോ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? ഹസ്ബൻഡ് ആണോ അതോ ഫാമിലി? ഹസ്ബൻഡും ഫാമിലിയും തന്നെയാണ്. ഓക്കെ. അവർക്കായിരിക്കും കൂടുതൽ വിഷമം അല്ലേ? വിഷമം ഉണ്ടാവും പറയുന്നില്ല, പക്ഷെ ഒരു ചെറിയൊരു ഫിനാലയ്ക്ക് തൊട്ട് മുമ്പ് അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ടാവും. പിന്നെ അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് സഹായിച്ചത്. അപ്പോൾ എന്താ പറയുക, ഞാനിവിടം വരെ എത്തുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല, അവരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇവിടം വരെ എത്തിയതിൽ സന്തോഷം. അവർക്കും അതുപോലെ തന്നെയായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ ഷോയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് ആതിര എന്ന ഒരു സിംഗറിൽ വന്ന മാറ്റം എന്താണ് ആതിരയ്ക്ക് തോന്നുന്നത്? ഞാൻ ആദ്യം ഒരു ഗാനമേള സ്റ്റൈലിൽ പാടുന്ന രീതിയിലായിരുന്നു ഞാൻ ആദ്യം പാടുന്നത്. അപ്പോൾ ഒരു പാട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് സ്റ്റേജിൽ പാടേണ്ടതെന്നും മൈക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ വന്നിട്ടാണ് ഞാൻ പഠിച്ചത്. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ നാട്ടിൽ പ്രോഗ്രാമെല്ലാം ചെറിയ ചെറിയ പ്രോഗ്രാമിലൊക്കെ പോവും, സാധാ ഒരു ഗാനമേള അവതരിപ്പിക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി ഒരു സ്റ്റേജ് എനിക്ക് കിട്ടിയാൽ എങ്ങനെ പാട്ട് പെർഫോം ചെയ്യണം എന്നുള്ളത് ഇവിടെ വന്നിട്ട് മനസ്സിലായി. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ റിസൾട്ട് അറിയാൻ ബാക്കിയുള്ളത് ഈ 3 മത്സരാർത്ഥികളുടെയാണ്. ഇവരിൽ ഈ ഷോയിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായി വിട പറയുന്ന ആ ഒരു മത്സരാർത്ഥിയുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ജോയ്സ് ആകാം, ആതിര വിജിത്ത് ആകാം, ആതിര വിജയനാകാം. ഈ വേദിയിൽ നിന്ന് ഇപ്പോൾ പുറത്താകുന്ന ആ ഒരു മത്സരാർത്ഥി
ജോയ്സ്, ഐ എം സോറി, യു ആർ ഔട്ട്. ജോയ്സിനെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സിംഗർ എന്ന നിലയിലൊക്കെ നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ്. നമ്മൾ പക്ഷേ മാക്സിമം ദൂരം സഞ്ചരിച്ചു. ഫിനാലിക്ക് തൊട്ട് മുമ്പിലാണ് നമ്മൾ ഒന്ന് കാലിടറിയത്. എന്താണ് ജോയ്സിന് പറയാനുള്ളത്? അപ്പോൾ സന്തോഷം, ഇവിടെ വരെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. ആകെ ഒരു വിഷമമുള്ളത് ആദർശ് ഈ സ്റ്റേജിൽ എൻ്റെ കൂടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ വീഡിയോ കോളിൽ മാത്രമാണ് ആദർശിനെ കാണാൻ അതെ പറ്റിയിട്ടുള്ളൂ. അതാണ് ഒരു വിഷമം. അതുപോലെ എൻ്റെ ഒബ്വിയസ്ലി എൻ്റെ പാരൻസിന് ഒരുപാട് നന്ദി, അമ്മയായാലും അച്ഛനായാലും പിന്നെ ഹസ്ബൻഡ് ആദർശും. ജോയ്സ് ചാപ്റ്റർ 4 വിന്നറാണ്. അതെ. അപ്പോ ഓൾറെഡി ഒരു എന്താ പറയാ, ഒരു ടൈറ്റിൽ പട്ടം കിട്ടിയ ആളാണ്. അപ്പോ ജോയ്സ് ഒരിക്കലും ഇവിടെ നിന്ന് തോറ്റു മടങ്ങി പോവുകയല്ല, വിജയിച്ച് തന്നെയാണ് ഈ വേദിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ജോയ്സിന്റെ അമ്മ ജോയ്സിന്റെ പെർഫോമൻസിന് മുമ്പ് എപ്പോഴും ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നത് കാണാം. ജോയ്സിന് വേണ്ടി കൂടെ തന്നെ നടക്കുന്ന ഒരാളാണ്. അപ്പൊ അമ്മ, എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് വേറെ ഇതുപോലെ ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ അത് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. ആഗ്രഹം ഉണ്ടായിരുന്നു, ഫൈനലിലെത്തിക്കാണും. ഇപ്പോൾ നമ്മൾക്കത് ഭാഗ്യമില്ല, അത്ര വിചാരിക്കുള്ളൂ. അമ്മ, ജോയ്സിന് ഇനി ഒരുപാട് ഉയരങ്ങൾ താണ്ടാനുള്ള ഒരാളാണ്. അമ്മ ഇതുവരെ ജോയ്സിന് കൊടുത്ത എല്ലാ സപ്പോർട്ടും ഇനിയും വേണം. കാരണം ജോയ്സ് ഇവിടെ ഞങ്ങളുടെ എല്ലാവരുടെ ഒരു മുത്താണ്. മത്സേട്ടാ, ജോയ്സ് അങ്ങനെ ജോയ്സ് നല്ല മിടുക്കിയായിട്ടുള്ള ഒരു സിംഗറാണ്. അത് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണല്ലോ. ഇവിടെ ഇഷ്ടംപോലെ തവണ പാടി നമ്മളെല്ലാം അമ്പരിപ്പിച്ചിട്ടുള്ള ഒരു സിംഗറാണ്. കഴിവിന്റെ പോരായ്മ കൊണ്ടല്ല ഇന്നിപ്പോ ജോയ്സ് ഇന്നിപ്പോ ഇവിടെ നിന്ന് പോകുന്നത്. ഇന്നത്തെ ആ പെർഫോമൻസ് ഒട്ടും മോശമായിട്ടല്ല കേട്ടോ. താങ്ക് യു മഞ്ജേട്ടാ. മഞ്ജരി, എൻ്റെ പൊന്നു ജോയ്സ്, നിങ്ങളെ ശരിക്കും നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു എലിമിനേഷൻ വേദിയിൽ കാണാന്ന് പറയുമ്പോൾ വിഷമമുള്ള കാര്യമാണ്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഭാവി എന്തായാലും ജോയ്സിന് നല്ല ഭാവി ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ ആ പാട്ട് എത്ര പാട്ട് പാടിയാലും ഏതെങ്കിലും ഒരു പാട്ട് ഒരാളെ സ്ട്രൈക്ക് ചെയ്ത് അയാളുടെ ഉള്ളിൽ നമ്മൾക്ക് ഇടം നേടാൻ സാധിച്ചാൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ജോയ്സ് പാടിയ പൊന്നിൽ കുളിച്ചു നിന്ന് ആ പാട്ട് ഞാൻ ഒരിക്കലും മറക്കില്ല. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. അപ്പൊ അതുപോലെ എല്ലാവരിലേക്കും ജോയ്സിന്റെ ശബ്ദം എത്തട്ടെ, ജോയ്സിന്റെ പാട്ട് എല്ലാവരും ഇഷ്ടപ്പെടട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മഞ്ജരി. ആശിച്ചി. ജോയ്സ്, എന്ത് മോളെ, ഞാനിപ്പം ഈ നിമിഷം ആലോചിക്കുന്നത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഡേഞ്ചർ സോണിൽ പോയിട്ട് അതിൻ്റെ പിറ്റേ ആഴ്ച വാശിയോടെ ജോയ്സ് ഇവിടെ നിന്ന് പാടി ക്രൗൺ വെച്ച് ഇവിടെ എൻ്റെ കൈ പിടിച്ച് തൊട്ടടുത്തിരുന്നു. ആ ജോയ്സിനെയാണ് എനിക്ക് ഓരോ നിമിഷവും ഓർമ്മയുള്ളത്. ഇതൊന്നും പുറകോട്ടുള്ളൊരു കാലല്ല, മുന്നോട്ട് എടുത്തു വെക്കുന്ന ഒരു കാലായിട്ട് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. ലവ് യു ചക്രേ, ഉമ്മ. താങ്ക് യു ആശിച്ചി. താങ്ക് യു. നദിയ മാം ഇന്നാണ് ഇവരുടെ പെർഫോമൻസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഒറ്റപ്പാട്ട് കേൾക്കാനേ പറ്റുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ജോയ്സ് ഇന്ന് ഇവിടെ നിന്ന് വിട പറയുകയാണ്. എന്താണ് പറയാനുള്ളത് മാം? വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു പാട്ടുകാരത്തിയാണ്. യു വിൽ ഡെഫിനറ്റ്ലി വിൻ എ ലോട്ട് ഓഫ് ആക്colades. സോ കീപ് ഗോയിങ് അറ്റ് ഇറ്റ്. താങ്ക് യു മാം. താങ്ക് യു. ജോയ്സ്, അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി 2 കൂട്ടുകാരികളുടെ റിസൾട്ട് അറിഞ്ഞാലോ? ഓക്കെ, ഇനി 2 ആതിരയാണ് ഇവിടെ നിൽക്കുന്നത്. ആതിര വിജയൻ, ആതിര വിജിത്ത്. റിസൾട്ട് പറയട്ടെ. ആതിര വിജയന്റെ പ്രതീക്ഷ എന്താണ്? മനസ്സിൽ എവിടെയോ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അത് നമ്മളുടെ കയ്യിലല്ലല്ലോ. അത് ആ സമയത്തെ പെർഫോമൻസ് വെച്ചുള്ള നമ്മുടെ മാർക്ക് വെച്ച് എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്തോ ഒരു ആഗ്രഹമായിരിക്കാം. പ്രതീക്ഷ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ആഗ്രഹം ഉള്ളിലുണ്ട് ഫിനാലയിൽ എത്തുന്നു. ആതിര വിജിത്ത്, ആതിര ഇതിനു മുമ്പും റിയാലിറ്റി ഷോ കണ്ടിട്ടുള്ള ആളാണ്, ഒരുപാട് വേദികൾ കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഈ ഒരു മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നിന്ന് ആതിര എന്ന് പറയുന്ന സിംഗർ ഒരുപാട് വളർന്നു എന്നാണ് ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്. അപ്പോ ആതിരയ്ക്ക് എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീൽ? സേഫ് ആകണമെന്നാണോ? സേഫ് ആകണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ആകുമെന്നുള്ളത് അറിയില്ല.
അറിയില്ല. റിസൾട്ട് പറയട്ടെ. പറഞ്ഞു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇനി നമ്മൾ റിസൾട്ട് അറിയാൻ പോകുന്നത് ഇവരുടെ രണ്ടുപേരുടെയാണ്. ഇവരിൽ രണ്ടുപേരും സേഫ് ആകുമോ, രണ്ടുപേരും ഇവിടെ നിന്ന് വിട പറയുമോ എന്നൊന്നും അറിയില്ല. എല്ലാ റിസൾട്ടും എൻ്റെ കയ്യിലുള്ള ഈ കാർഡിലുണ്ട്. റിസൾട്ട് പറയാം അല്ലേ? ആതിര വിജയൻ, ആതിര വിജിത്ത്. റിസൾട്ട് കേൾക്കാൻ നിങ്ങൾ രണ്ടുപേരും റെഡിയാണോ? റെഡിയാണ്. ഞാൻ ആരുടെ റിസൾട്ടാണ് ആദ്യം പറയേണ്ടത്? ആതിര വിജയന്റെ റിസൾട്ട് പറയണോ, ആതിര വിജിത്തിന്റെ റിസൾട്ട് പറയണോ? ആരെയാ കൂടുതൽ ഇഷ്ടം? എനിക്ക് ആതിര എന്ന പേരുള്ള എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ആതിര വിജിത്തിന്റെ റിസൾട്ടാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ആതിര, യു ആർ safe. Congratulations. Thank you. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ അടുത്ത ഫൈനലിസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ആതിര വിജിത്ത്. കൺഗ്രാറ്റുലേഷൻസ് ആതിര. താങ്ക് യു സർ. ആതിര, കൺഗ്രാറ്റുലേഷൻസ്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഫൈനലിസ്റ്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ പറയാനുള്ളത്? സന്തോഷമുണ്ട്. ഇവിടെ എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല. ചാപ്റ്റർ 3 പറയുന്നത് പോലെ തന്നെ ഓഡിഷന് വരുന്ന സമയം മുതൽ ഫിനാലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഈ ഒരു അവസരത്തിൽ എന്നെ ഇവിടം വരെ എത്താൻ സഹായിച്ച എൻ്റെ കൂടെ നിന്നിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി നന്ദി. ആതിര വിജിത്ത് ചാപ്റ്റർ 3 വിന്നറാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഓൾറെഡി ഒരു ടൈറ്റിൽ പട്ടം കിട്ടിയ ആളാണ്. ഇപ്പതാ ഫിനാലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും അത്തരത്തിലുള്ള പട്ടങ്ങൾ വേണം. ഓക്കെ. അപ്പോൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക, പൊളിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സമാധാനമായി പോയി കിടന്നു തുടങ്ങിക്കോളൂ കേട്ടോ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഈ 16ാം വീക്കിലെ റിസൾട്ട് അറിയാൻ ഇനി ബാക്കിയുള്ളത് ആതിര വിജയന്റെ ആണ്. ആതിര സേഫ് ആകുമോ അതോ ഇവിടെ നിന്ന് എലിമിനേറ്റ് ആകുമോ എന്നൊന്നും എനിക്കറിയില്ല. അതെല്ലാം ഈ പേപ്പറിലാണ്. ഞാൻ നോക്കട്ടെ. ആതിര ചാപ്റ്റർ 1 ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. അപ്പോൾ മ്യൂസിക്കൽ വൈഫ് തുടങ്ങിയത് ആതിരയുടെ ചാപ്റ്ററിൽ നിന്നാണ്. ഇപ്പൊ ഏകദേശം നമ്മുടെ ഈ ഒരു യാത്ര 1 വർഷമായി. ആതിരയുടെ കൂടെയുള്ള ശ്രുതിയും ശ്രീഷ്മയും അവിടെ സേഫായി ഫൈനലിസ്റ്റായി അവിടെയുണ്ട്. ആതിര അവരുടെ കൂട്ടത്തിൽ അവിടെ കാണുമോ അതോ ഇന്നത്തെ പെർഫോമൻസിൽ വന്ന ചെറിയ മിസ്റ്റേക്ക് കാരണം ഇവിടെ നിന്ന് വിട പറയുമോ? നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി നമ്മളെല്ലാ എലിമിനേഷൻ സമയത്തും വീണ്ടും വീണ്ടും ഞാനായാലും ജഡ്ജസ് ആയാലും പറയുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങൾക്ക് വരുന്ന ഒരു ചെറിയ പ്രശ്നം മതി നിങ്ങളുടെ ഇവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കാൻ. അതും പ്രത്യേകിച്ച് ഫിനാലിക്ക് മുമ്പുള്ള ഈ ഒരു സ്റ്റേജിൽ. കഴിഞ്ഞ ഡേഞ്ചർ സോണിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഡെയിന് ഞാൻ വാക്ക് തന്നിരുന്നു ഇനി ഡേഞ്ചർ സോണിൽ വരില്ല എന്ന്. അപ്പോൾ അതിനുശേഷം നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ പാടിയപ്പം മഞ്ജരി ചേച്ചി പറഞ്ഞിരുന്നു ആതിരയുടെ ഒരു കംബാക്ക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ് പെർഫോം ചെയ്തത്. പക്ഷെ പാടി വന്നപ്പോൾ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഞാൻ വളരെ എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു വാക്ക് അനുപല്ലവിയിലെ വാക്ക് കയറി വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തൊട്ട് തന്നെ ഞാൻ നോർമൽ അല്ലാത്ത തന്നെ കറക്റ്റായിട്ട് പാടി. അല്ലായിരുന്നെങ്കിൽ അത് ഫുള്ള് തെറ്റിയേനെ. അപ്പം അത് എങ്ങനെ വന്നു എന്നറിയില്ല. ശ്രദ്ധക്കുറവ് കൊണ്ടല്ല, എന്തോ പെട്ടെന്ന് വായിലങ്ങനെ വന്നുപോയി, അതായിരുന്നു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ റിസൾട്ട് അറിയാൻ ബാക്കിയുള്ള ആതിര വിജയന്റെ റിസൾട്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ആതിര, ഐ എം സോറി, യു ആർ ഔട്ട്. ബട്ട് ആതിര, നമുക്കറിയാം
ഇതുവരെയുള്ള ഒരു ജേർണി എന്ന് പറയുന്നത് ആതിര എന്ന ഒരു സിംഗറെയും ആതിര എന്ന ഒരു വ്യക്തിയെയും ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കൊണ്ടുപോയത്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആതിരയ്ക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു ജേർണിയെ കുറിച്ച്? ഞാനും ഇതുപോലെ ഓഡീഷന് വന്ന സമയത്തുനിന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് വന്ന് നോക്കുമ്പോൾ ഉള്ള മാറ്റം എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റമാണ്. അത് എനിക്ക് മനസ്സിലായതിനേക്കാളും കൂടുതൽ എൻ്റെ പാട്ട് കേട്ടിട്ട് ഫ്രണ്ട്സും പാട്ടറിയാവുന്ന ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അതിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. എന്തായാലും ഇവിടുന്ന് കിട്ടിയ ഇൻപുട്സും ഒക്കെ എന്നെ ഒരുപാട് നല്ലൊരു സിംഗർ ആക്കിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പണ്ട് ആശ ചേച്ചി ഒരു മുന്നേ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു കുറേ നാൾ കഴിയുമ്പോൾ അതിൽ ഒരു വെൽ നോൺ പേഴ്സണാലിറ്റിന്നോ അല്ലെങ്കിൽ വെൽ നോൺ സിംഗറോ ആവുമെന്ന്. അത് ഉറപ്പായിട്ടും ആകും, ഞാൻ വാക്ക് തരുന്നു. എനിക്ക് ആതിരയിലുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്നറിയാം? യു ഹാവ് കോൺഫിഡൻസ്. ജീവിതത്തിലെ ഏറ്റവും വേണ്ടത് കോൺഫിഡൻസ് ആണ്. അതുണ്ട് മോൾക്ക്. ജോലി, വീട്ടിലെ കാര്യങ്ങൾ, ഹസ്ബൻഡ്, കുടുംബം എല്ലാം ചേർത്ത് സംഗീതം ഒപ്പം കൊണ്ടുപോകുമ്പോൾ തന്നെ യു ആർ ദ വിന്നർ കേട്ടോ. യു ആർ സച്ച് എ ഗ്രേറ്റ് സിംഗർ. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. ലവ് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. നദിയ മാം. ഇല്ല, ആശ പറഞ്ഞ പോലെ തന്നെ ആൻഡ് ഐ ജസ്റ്റ് ലൈക്ക് അവർ വെരി പോസിറ്റീവ് സ്പിരിറ്റ്. അതാണ് ലൈഫിൽ ഏറ്റവും വേണ്ടത്. ടു സീ ദ ഗുഡ് ഇൻ വാട്ട് എവർ ബാഡ് ദർ ഇസ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ആതിരയിൽ എവിടെയോ ഉണ്ട്. ആൻഡ് യു ലുക്ക് അറ്റ് ലൈഫ് ഇൻ ദാറ്റ് ആസ്പെക്ട്. അതാണ് ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് ആതിരയുടെ. ആൻഡ് കീപ് ദറ്റ് പോസിറ്റീവ് സ്പിരിറ്റ് ഓൾവേസ്. ആൻഡ് വിഷിംഗ് യു ഓൾ സക്സസ്. താങ്ക് യു മാം. താങ്ക് യു ചേട്ടാ. ആതിര നേരത്തെ ജോയ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആതിരയും വളരെ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ള സിംഗറാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ആ സമയം അതിനെ ആസ്പദമാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ആ കോൺഫിഡൻസ് ആതിരയ്ക്കുള്ളിടത്തോളം കാലം ഒന്നും പേടിക്കാനില്ല. താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മഞ്ജരി. ആതിര ചേച്ചി, മുന്നേറണം എന്ന് മനസ്സിൽ തീരുമാനിച്ച ഒരാളെ ആർക്കും വലിച്ചു താഴെയിടാൻ പറ്റില്ല. അങ്ങനെ ഒരാളാണ് ആതിര. ഞാൻ ഒരു നല്ല സിംഗറാണ്, ഇല്ലെങ്കിൽ ഞാനത് പ്രൂവ് ചെയ്യും, ഭാവിയിൽ ഞാൻ അങ്ങനെ ആകും എന്നുള്ള വിശ്വാസം. അതാണ് ഏറ്റവും ആവശ്യം ഒരു വ്യക്തിക്ക് തന്നെ, സിംഗർ മാത്രമേ ഒരു വ്യക്തിക്ക്. അപ്പോൾ ആതിരയിൽ ഞാനൊരു നല്ലൊരു വ്യക്തിയെ കാണുന്നു, നല്ലൊരു സിംഗറെ കാണുന്നു. അപ്പോൾ എന്തുകൊണ്ടും ആതിരയുടെ ഭാവി സുരക്ഷിതമാണ്. സംഗീതം ആതിരയുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എപ്പോഴും സംഗീതത്തിൽ സത്യമുണ്ടെങ്കിൽ അത് വിജയിച്ചിരിക്കും. ഗോഡ് ബ്ലെസ്. താങ്ക് യു മഞ്ജരി. താങ്ക് യു. ആതിരയുടെ ഈ ഒരു യാത്രയിലല്ല, ജീവിതയാത്രയിൽ എന്തിനും ഏതിനും കൂടെ സപ്പോർട്ടായി നിൽക്കുന്ന ഒരാളാണ് കാർത്തിക്. ആതിരയോടെ കയറുമ്പോൾ ആതിരയേക്കാൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് കാർത്തിക്കാണ്. ആതിരയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ, പാട്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളാണ്. കൂടെ തന്നെയുണ്ട്. കാർത്തിക് അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് കാർത്തികിന് എന്താണ് ഇപ്പോൾ പറയാനുള്ളതെന്ന് കേൾക്കാം. കാർത്തിക്. അല്ല, ഈ സ്റ്റേജ് വരെ എത്താൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇഷ്ടംപോലെ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് വേറെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ വീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നന്നാക്കിയാലേ നമുക്കൊരു ആർട്ടിസ്റ്റിന് മുന്നേറാൻ പറ്റുള്ളൂ. അത് ഈ മെഗാ ഫിനാലെ എത്തിയപ്പോഴാണ് കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മൾ വേറെ പാട്ടുകൾ എടുത്തപ്പോൾ ജഡ്ജസ് ആയാലും ഗ്രൂമേഴ്സ് ആയാലും ആതിരയുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു. അപ്പം നമ്മൾ ആ വീക്ക്നെസ്സിന് മാറാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അപ്പോൾ അതെന്തായാലും കണ്ടിന്യൂ ചെയ്യും. കാർത്തികിന്റെ ഈ ഉറച്ച വാക്കുകളിലുണ്ട് കാർത്തികിന് ആതിരയുടെ കഴിവിലുള്ള വിശ്വാസം. അപ്പോൾ എന്തായാലും ആതിര ഇനിയും ഒരുപാട് ഉയരത്തിലെത്തേണ്ട ആളാണ്. അപ്പോൾ ആ ഉയരത്തിലെത്തുമ്പോഴെല്ലാം കൂടെ കാർത്തികും ഉണ്ടാവും. അത് ഞങ്ങളുടെ ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ജോയ്സിനോടാണെങ്കിലും ആതിരയോടാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് തോൽവി ഏറ്റുവാങ്ങി മടങ്ങി പോവുകയല്ല. നിങ്ങൾ രണ്ടുപേരും വിജയികളാണ്. നിങ്ങളെന്ന സിംഗേഴ്സിനെ നമ്മളെല്ലാവരും, പ്രേക്ഷകരടക്കം എല്ലാവരും ഉള്ളിലേക്ക് പണ്ടേ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കണം, ഒരുപാട് ഉയരത്തിലെത്തണം. ഓക്കെ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ 16ാം വീക്ക് എലിമിനേഷനിൽ നിന്ന് പുറത്താകുന്ന രണ്ടുപേരാണ് ആതിര വിജയൻ ഒപ്പം ജോയ്സ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും മൊമെന്റയും സർട്ടിഫിക്കറ്റും ഉണ്ട്. അത് നൽകാനായി ജഡ്ജസിനെ 4 പേരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു നിമിഷം ജോയ്സിൻ്റെ അമ്മയെയും ആതിരയുടെ ഹസ്ബൻഡ് കാർത്തികിനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് എലിമിനേറ്റ് ആവുന്ന ജോയ്സിന് മൊമെന്റോ നൽകാനായി നാദിയ മാമിനെ ക്ഷണിക്കുന്നു. ഒപ്പം
സർട്ടിഫിക്കറ്റ് നൽകാനായി മധുചേട്ടനെയും മഞ്ജിരിയും ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ആതിരയ്ക്കുള്ള മൊമെന്റ് നൽകാനായി നാദി മാമിനെ ക്ഷണിക്കുന്നു. കൂടാതെ സർട്ടിഫിക്കറ്റ് നൽകാനായി ആശ ചേച്ചിയെ ക്ഷണിക്കും. ജോയ്സ്, ആതിര, അപ്പൊ എന്തായാലും താൽക്കാലികമായി മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോ വിട പറയുന്നത്. നിങ്ങളെല്ലാവരും ഈ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ്. നമുക്കപ്പോ ഇനിയും ഈ വേദിയിൽ തന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ 16ാം വീക്കിലെ എലിമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട് മാം. അതായത് അവിടെ ഒരു ഗോൾഡൻ ചെയർ ഇരിക്കുന്നുണ്ടോ? ഇന്നത്തെ പെർഫോമൻസിൽ ഗോൾഡൻ ബസ്റ്റർ നേടിയവരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഒരാൾക്കാണ് ആ ഗോൾഡൻ ചെയർ നേടാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരാൾ ആരാണെന്ന് അറിയണ്ടേ? അറിയാം. അപ്പോൾ ഇന്ന് 2 പേർക്കാണ് ഗോൾഡൻ ബസ്റ്റർ നേടാൻ സാധിച്ചത് അവരുടെ പെർഫോമൻസിന്. ഒന്ന് ആതിര രജേഷ്, ഒപ്പം കീർത്തന. അപ്പോൾ നിങ്ങളിൽ ആരാണ് ഇന്ന് ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കുന്നതെന്ന് നമ്മൾ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. അപ്പോൾ കൗണ്ട് ഡൗൺ തുറക്കട്ടെ. 5, 4, 3, 2, 1. ആതിര രജേഷ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻ. വന്നോളൂ, ഇരുന്നോളൂ. ഒപ്പം തന്നെ ആതിരയ്ക്ക് കിരീടം അണിയിക്കാനായി നാദി മാമിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. യെസ്, മുന്നിലുള്ളത് കരവല്ല പാട്ടിനോ പതിരില്ല. മാം, അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്കറിയാം മാമിന്റെ തിരക്കുകൾക്കിടയിൽ വേണ്ടി സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി നമ്മുടെ കണ്ടസ്റ്റൻസിന് കാണാൻ വേണ്ടി അവർക്കൊരു മോട്ടിവേഷൻ നൽകാൻ വേണ്ടി ഇവിടെ എത്തി ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടി തന്നു, നല്ല നല്ല കമന്റ്സ് പറഞ്ഞു തന്നു. ഒരുപാട് നന്ദി മാം. താങ്ക് യു വെരി മച്ച്. അവരും എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പാടുന്ന ഹാർഡ് വർക്കും ഇതുവരെ എത്താനുള്ള ശ്രമവും അവരുടെ ആ സപ്പോർട്ടും അവർക്ക് ആ ഫാമിലി കൊടുക്കുന്ന സപ്പോർട്ടും ഇതെല്ലാം കണ്ട് നമുക്കും വളരെയധികം സന്തോഷം തന്നെയാണ് അത് ഇവർക്ക് ഇങ്ങനെല്ലാം ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് വാസ് ഗ്രേറ്റ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള എന്നെ കൊണ്ട് പാടിപ്പിച്ചതാണ്, പക്ഷെ അത് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഞങ്ങൾ അത് ഒരുപാട് ആസ്വദിച്ചു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, അപ്പോ ഏറ്റവും മികച്ച 5 ഗായകരുമായി നമ്മൾ ദാ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. തീപാർന്ന മത്സരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഫിനാലയിൽ മത്സര ചൂടോടുകൂടി ആവേശകരമായ മത്സരം നടത്താൻ തയ്യാറെടുത്തിരിക്കുന്ന കീർത്തന, ആതിര വിജിത്ത്, ശ്രീഷ്മ, ശ്രുതി എസ് ബാബു, ഒപ്പം ആതിര രജേഷ്. കൺഗ്രാറ്റുലേഷൻ. നിങ്ങളിൽ ആരാണ് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ കിരീടം ചൂടുന്നതെന്നറിയാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരെ കാത്തിരുന്നോളൂ. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ആപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി ഹെയർ എൽക്സർ, പവേർഡ് ബൈ MCR പ്യൂർ കോട്ടൺ ക്ലബ്, ട്വിൻ ബെഡ് ലെഗിൻസ്. ബൈ, ഗുഡ് നൈറ്റ്.